ഗുഡ് മോർണിംഗ് ടു എവരിവൺ. ഇന്ന് 2025 പുതിയ വർഷത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അല്ലേ, ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഐ എം വിഷിംഗ് യു എ വെരി ഗുഡ് ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പ്രിപ്പോസിഷൻ. എന്താണ് പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ ഓൺ, ഇൻ, അറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ അതുപോലെ എഴുതുമ്പോൾ എവിടൊക്കെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളതാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൺ എന്ന് വെച്ചാൽ ഓൺ, ഇൻ, അറ്റ് പ്ലേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സ്ഥലത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് എവിടൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഓൺ കഴിഞ്ഞു അല്ലേ. ഇനി ഇന്ന് ഇൻ ആണ്. എന്താണ് ഇൻ എന്ന് വെച്ചാൽ പ്ലേസിനെ കാണിക്കുമ്പോൾ, സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇൻ എവിടൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഏറ്റവും കൂടുതൽ സംശയമുള്ള ടോപ്പിക്കാണ് പ്രിപ്പോസിഷൻ. അതുകൊണ്ട് ക്ഷമയോടുകൂടി സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പടിക്കാതെ കാണുക. അപ്പോൾ തുടങ്ങാം അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഇൻ യൂസ് ചെയ്യുന്നത് ടൗണിനെ കാണിക്കാനാണ്. എന്താണ് ടൗണിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ടൗണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ ആണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ പറയാണ്, ഹലോ നിങ്ങൾ എവിടെയാണ്? അപ്പോൾ നിങ്ങൾ പറയാണ് ഐ എം ഇൻ ദ ടൗൺ. ഐ ആം ഇൻ ദ ടൗൺ. ഞാൻ ടൗണിലാണ്. അപ്പോൾ നിങ്ങൾ ടൗൺ സ്പെല്ലിംഗ് എഴുതാണെങ്കിലും അതുപോലെ ടൗണിൻ്റെ പേര് എഴുതാണെങ്കിലും അവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ ദ ടൗൺ, ഐ ആം ഇൻ ദ ടൗൺ. ഇനി നിങ്ങൾ ടൗണിൻ്റെ പേരാണെന്നെങ്കിലോ അവിടെ ദാ ചേർക്കരുത്. ഐ ആം ഇൻ കോട്ടക്കൽ, ഷീ ഈസ് ഇൻ കോട്ടക്കൽ, ഹി ഈസ് ഇൻ കോട്ടക്കൽ, ഹി ഈസ് ഇൻ ദ ടൗൺ. ഇൻ ദ ടൗൺ, പക്ഷേ പേരെഴുതുമ്പോൾ ദ വരാൻ പാടില്ല. ഇനി അടുത്താണ് സിറ്റി. ഐ ആം ഇൻ ദ സിറ്റി. സിറ്റി സ്പെല്ലിംഗ് ആണെങ്കിലും അതുപോലെ പേരാണെങ്കിലും ഇന്നാണ് ചേർക്കേണ്ടത്. ഐ ആം ഇൻ ദ സിറ്റി. ഐ ആം ഇൻ ദ സിറ്റി. ഞാൻ സിറ്റിയിലാണ്. ഈ സിറ്റിയുടെ പേര് എഴുതുമ്പോഴോ ഇൻ മലപ്പുറം. ഐ ആം ഇൻ മലപ്പുറം. ഐ ആം ഇൻ മലപ്പുറം. ഞാൻ മലപ്പുറത്താണ്. ഓക്കെ. ഇനിയാണ് കൺട്രി, രാജ്യം. കൺട്രിയുടെ സ്പെല്ലിംഗ് ആണെങ്കിലും പേരാണെങ്കിലും അവിടെ ഇന്നാണ് ചേർക്കേണ്ടത്. ഐ ആം ഇൻ ദ കൺട്രി. കൺട്രി എന്ന് എഴുതുമ്പോൾ ദ വേണം, ദ വന്നിരിക്കണം. കാരണം കൺട്രി, സിറ്റി, ടൗൺ ഇതൊക്കെ കോമൺ നൗൺ ആണ്, പ്രോപ്പർ അല്ല. പേരെഴുതുമ്പോഴോ അവിടെ ദ പാടില്ല. ഐ ആം ഇൻ ഇന്ത്യ. ഐ ആം ഇൻ അറ്റ് പ്രസൻറ്റ് ഐ ആം ഇൻ ഇന്ത്യ. ഇപ്പോൾ ഞാൻ എവിടെയാണ്? അറ്റ് പ്രസൻറ്റിൽ ഞാൻ ഇന്ത്യയിലാണ് എന്നർത്ഥം. ഇനി അടുത്തതാണ് എൻക്ലോസ്ഡ് സ്പേസ്. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉള്ളിലാണ്, അടഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തിൻ്റെ ഉള്ളിലാണ്. ഇൻസൈഡ് എന്ന് പറയാം. എന്താ പറയുക? ഇൻസൈഡ് എന്ന് പറയും. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഉള്ളിലാണ്. അപ്പോൾ ഇൻസൈഡ് എന്ന് പറയുന്ന വേർഡിന് പകരം നമ്മൾ ഉപയോഗിക്കും ഇൻ ഉപയോഗിക്കും. സിമ്പിളാണ്. ഞാൻ പറയാം ഐ എം ഇൻ ദ റൂം. ഐ ആം ഇൻ ദ റൂം. ഞാൻ റൂമിലാണ്. അതുപോലെ ഇൻ ദ ഡ്രോവർ. മൈ പെൻ ഈസ് ഇൻ ദ ഡ്രോവർ. എൻ്റെ പേന ഡ്രോവറിനുള്ളിലാണ്. ഡ്രോവർ. അതുപോലെ ഇൻ ദ കിച്ചൺ. മൈ മദർ ഈസ് ഇൻ ദ കിച്ചൺ. അതുപോലെ ഇൻ ദ ബോക്സ്. ദെയർ ആർ 5 balls ഇൻ ദ ബോക്സ്. ബോക്സിൽ 5 ബോൾസുകളുണ്ട്, പന്തുകളുണ്ട് അർത്ഥം. ഇനി അതാണ് ഇൻ ദ ഗാർഡൻ്റെ ഉള്ളിലാണ്. ഷീ ഈസ് ഇൻ ദ ഗാർഡൻ. ഐ ആം ഇൻ ദ ഗാർഡൻ. ഓക്കെ. ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഇനി അടുത്താണ് വില്ലേജ്. ഇൻ ദ വില്ലേജ് എന്ന് വെച്ചാൽ VILLAGE. വില്ലേജ് സ്പെല്ലിംഗ് വില്ലേജിൻ്റെ സ്പെല്ലിംഗ് എഴുതാണെങ്കിൽ അവിടെ ഇൻ ആണ് ചേർക്കേണ്ടത്. പക്ഷേ വില്ലേജിൻ്റെ പേര് എഴുതുകയാണെങ്കിൽ അവിടെ ഇൻ ചേർക്കരുത്, അവിടെ അറ്റ് ചേർക്കണം. അത് ലൊക്കേഷനായി മാറുകയാണ്. അത് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രൊപ്പോഷൻ പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പറയാം ഇൻ ദ വില്ലേജ് സ്പെല്ലിംഗ് എഴുതുമ്പോൾ അവിടെ ഇൻ ചേർക്കണം, പേര് എഴുതുമ്പോൾ അറ്റ്. ഇൻ ദ ബാത്റൂമിലാണ്. ഐ ആം ഇൻ ദ ബാത്റൂം. ഷീ ഈസ് ഇൻ ദ ബാത്റൂം. ഹി ഈസ് ഇൻ ദ ബാത്റൂം. ഇൻ ദ പോക്കറ്റിൻ്റെ ഉള്ളിലാണ്. മൈ പെൻ ഈസ് ഇൻ ദ പോക്കറ്റ്. മൈ പേഴ്സ് ഈസ് ഇൻ ദ പോക്കറ്റ്. അതുപോലെ ഇൻ ദ ഫീൽഡിൻ്റെ മുന്നേ സാധാരണ ഇൻ ആണ് യൂസ് ചെയ്യാറ്. ഇൻ ദ ഫീൽഡ്. നമുക്കറിയാം ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരിക? കൃഷിസ്ഥലം അല്ലേ. എന്താണ് കൃഷിസ്ഥലം എന്ന് വെച്ചാൽ ഫീൽഡ് അതിൻ്റെതായ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, കൃഷിപരമായ ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുമ്പോൾ, ആ ഒരു പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ഇൻ ദ ഫീൽഡാണ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഫീൽഡിലാണ്, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാർമേഴ്സ് ആർ ഇൻ ദ ഫീൽഡ്.
ഇനി ഫീൽഡിനെ അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല ഉപയോഗിക്കുന്നെങ്കിലോ അവിടെ പിന്നെ ഓൺ ഉപയോഗിക്കേണ്ടി വരും. ഞാൻ പറയാണ്, കുട്ടികൾ ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫീൽഡ് കളിക്കാനുള്ളതാണോ? അല്ലല്ലോ, അല്ല. അപ്പം എന്താ പറയുക? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ ഫീൽഡ്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഓൺ ദ ഫീൽഡ്. അവിടെ ഇൻ ഉപയോഗിക്കരുത്. ഓക്കെ. അപ്പോൾ സാധാരണ ഫീൽഡിൻ്റെ മുന്നേ ഇൻ ആണ് ചേർക്കാറ്. ഇൻ ദ ഫീൽഡ്. അതുപോലെ ഇൻ ദ ബെഡ്റൂം. ഐ ആം ഇൻ ദ ബെഡ്റൂം. ഹി ഈസ് ഇൻ ദ ബെഡ്റൂം. ഇനി അടുത്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മുടെ രണ്ടാമത്തെ ലൈൻ. ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ പറയാണ് ഇൻ ദ ഹോട്ടൽ. എന്താണ് ഇൻ ദ ഹോട്ടൽ? ഇൻ ദ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടലിലാണ്. ഞാൻ ഹോട്ടലിലാണ് എന്നർത്ഥം അല്ലേ? ഐ ആം ഇൻസൈഡ് ദ ഹോട്ടൽ എന്നർത്ഥം. ഐ ആം ഇൻസൈഡ് ദ ഹോട്ടൽ. അപ്പം ഇൻസൈഡിന് പകരം നമ്മൾ ഇൻ ഉപയോഗിച്ചു. ഐ ആം ഇൻ ദ ഹോട്ടൽ. നമുക്കറിയാം ഹോട്ടൽ സാധാരണയായിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കാം? ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിലോ സ്റ്റേ ചെയ്യാൻ വേണ്ടി അല്ലേ? നിൽക്കാൻ വേണ്ടിയിട്ട്, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ഇൻ ഉപയോഗിക്കേണ്ടത്. അതല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അവിടെ പോയിരുന്നെങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? അപ്പോഴാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന എല്ലാ സ്ഥലത്തിൻ്റെ മുന്നേ നമുക്ക് ഇന്നാണ് ചേർക്കാറ്. ഇന്നും ചേർക്കാം, അറ്റും ചേർക്കാം. ഇൻ ചേർക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളവിടെ. അതല്ല അറ്റാൻ ചേർക്കുന്നെങ്കിലോ നമ്മൾ വേറെന്തോ ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ അവിടെ പോയിട്ടുള്ളത് എന്നർത്ഥം. ഒന്നും കൂടി ഞാൻ പറയാണ് റെസ്റ്റോറൻറ്റ് സാധാരണ എന്തിനു വേണ്ടിയാ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എവിടെയാണ്? ഐ ആം ഇൻ ദ റെസ്റ്റോറൻറ്റ്. ഐ ആം ഇൻ ദ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ്. ഇനി അതല്ല, നമ്മൾ ഇന്ന് പകരം അറ്റാണ് യൂസ് ചെയ്യുന്നെങ്കിലോ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. എവിടെയാണ്? ഐ ആം അറ്റ് ദ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എടുത്ത് എവിടെയെങ്കിലും ആണ്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ല പോയത്. ഞാൻ ലൊക്കേഷൻ കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ് അവിടെ പോയത് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന എല്ലാ സ്ഥലത്തിൻ്റെ മുന്നേ നമുക്ക് ഇന്നാണ് ചേർക്കേണ്ടത്, അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി പോകുമ്പോൾ. അതല്ലാതെ നമ്മൾ അവിടെയാണെങ്കിൽ അപ്പം നമ്മൾ ഇന്നല്ല ചേർക്കേണ്ടത്, അറ്റാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ കഫേ, ഇൻ ദ കഫേ. ഐ എം ഇൻ ദ കഫേ. ഐ ആം ഇൻ ദ കഫേ. ഐ എം ഇൻ ദ പാർക്ക്. ഐ എം ഇൻ ദ പാർക്ക്. പാർക്ക് നമ്മൾ സാധാരണ എന്തിനാ ഉപയോഗിക്കുക? കളിക്കാൻ വേണ്ടിയിട്ട്, എൻജോയ്മെൻറ്റ് വേണ്ടിയല്ലേ? അപ്പം നമ്മൾ എന്താ പറയുക? ഐ ആം ഇൻ ദ പാർക്ക്. ഇനി ഞാൻ പറയാണ് ഐ ആം അറ്റ് ദ പാർക്ക്. ഐ ആം അറ്റ് ദ പാർക്ക്. ഇവിടെ മീനിങ് മാറി. ഇവിടെ ഞാൻ കളിക്കാൻ വേണ്ടിയോ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയോ ഒന്നല്ല പോയത്. അവിടെ ഞാൻ പോയത് ഞാൻ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ പാർക്കിലാവാം, അല്ലെങ്കിൽ പാർക്കിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആകാം. പക്ഷേ കളിക്കാനോ അല്ലെങ്കിൽ പാർക്ക് അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ അവിടെ പോയത് എന്നാണ് അർത്ഥം. ഓക്കെ. ഹൗസ്, ഇൻ ദ ഹൗസ്, അറ്റ് ദ ഹൗസ്. അതുപോലെ തന്നെ ഇൻ ദ ബിൽഡിംഗ്, അതുപോലെ തന്നെ ഇൻ ദ ലൈബ്രറി, അതുപോലെ തന്നെ ഇൻ ദ ഓഫീസ് എന്ന് പറയാം, ഇൻ ദ തിയേറ്റർ എന്ന് പറയും, ഇൻ ദ ജിം എന്ന് പറയും. ഓക്കെ. ഇൻ ദ ബാങ്ക് എന്ന് പറയും. നമ്മൾ അറ്റ് ചേർക്കാം. അറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഉദ്ദേശം മാറി. ഇൻ ദ മോൾ, ഞാൻ മോളിലാണ്. ഓക്കെ. എന്ത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സാധനം വാങ്ങാനോ വേണ്ടിയിട്ട്. ഇൻ ദ സ്റ്റേഡിയം എന്ന് പറയാം. ഇൻ ദ സ്റ്റേഡിയം. ഓക്കെ. ഇൻ ദ സ്റ്റേഡിയം. അറ്റ് ദ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റേഡിയത്തിന് എടുത്ത് എവിടെയെങ്കിലും ആയി, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ അവിടെ പോയതെന്നായി. ഇനി ഇൻ ദ ഷോപ്പിൽ സാധനം വാങ്ങാനും അല്ലേ, വാങ്ങാനാണ് പോയത്. അറ്റാണെങ്കിലോ അറ്റ് ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എൻ്റെ ഫ്രണ്ടിനെ കാത്തു നിൽക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയോ ആണ് അവിടെ പോയത്. ഇൻ ദ സ്റ്റുഡിയോ, അതുപോലെ ഇൻ ദ മാരേജ് ഹോൾ. പറഞ്ഞു വന്നത് ഇതിനൊക്കെ മുന്നിൽ നമ്മൾ സാധാരണ ഇന്നാണ് യൂസ് ചെയ്യാറ്. ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അറ്റ് യൂസ് ചെയ്താൽ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഇനി നമ്മുടെ ഈ മൂന്നാമത്തെ ലൈൻ വളരെ പ്രധാനപ്പെട്ടാണ്. അത് നോക്കാം. ഒന്നാമതാണ് ഇൻ സ്കൂൾ, അതുപോലെ ഇൻ കോളേജ്, അതുപോലെ ഇൻ യൂണിവേഴ്സിറ്റി. എന്ന് വെച്ചാൽ ഈ മൂന്നിൻ്റെയും പേരുകളുടെ മുന്നിൽ ദ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ദ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് സ്റ്റുഡൻസിനെ കുറിച്ച് മാത്രമാണ് പറയുന്ന അർത്ഥം. എന്ന് വെച്ചാൽ ഇൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എന്നാണ് അർത്ഥം. സ്റ്റുഡൻറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇൻ കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് ലെവലുള്ള സ്റ്റുഡൻറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുപോലെ ഇൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ലെവലുള്ള സ്റ്റുഡൻറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കാണ്,
വെർ ഈസ് യുവർ ബ്രദർ, നിങ്ങളുടെ ബ്രദർ എവിടെ? അപ്പം നിങ്ങൾ പറയാണ് മൈ ബ്രദർ ഈസ് ഇൻ സ്കൂൾ, മൈ ബ്രദർ ഈസ് ഇൻ സ്കൂൾ എന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, എന്താണ്? അവൻ ഒരു സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് സ്കൂളിലാണ്. പക്ഷേ നിങ്ങൾ സ്കൂളിൻ്റെ മുന്നേ അല്ലെങ്കിൽ കോളേജിൻ്റെ മുന്നേ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മുന്നേ ദാ ചേർക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ സ്റ്റുഡൻ്റ് മാത്രമല്ല, അതൊരു സ്റ്റുഡൻ്റ് ആവാം, അല്ലെങ്കിൽ ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ആവാം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആവാം, ആരുമാവാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? സ്കൂളിലാണ് എന്നർത്ഥം, സ്കൂളിലാണ്. പക്ഷേ ഇവിടെ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റിൻ്റെ മുന്നേ ദ ഇല്ലെങ്കിലോ അത് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, എന്ത്? സ്റ്റുഡൻ്റ് ആണ്. അവൻ സ്കൂളിലാണ്, അല്ലെങ്കിൽ അവൻ കോളേജിലാണ്, അല്ലെങ്കിൽ അവൻ യൂണിവേഴ്സിറ്റിയിലാണ്, കാരണം അവൻ സ്റ്റുഡൻ്റ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റൽ? ഹോസ്പിറ്റൽ നമുക്കറിയാം, ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഇൻ ദ ഹോസ്പിറ്റൽ എന്നും പറയാറുണ്ട്, രണ്ടും പറയാറുണ്ട്. ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു അർത്ഥമുള്ളൂ, എന്താണ്? പേഷ്യൻ്റ്. അത് പേഷ്യൻ്റിനെയാണ് കാണിക്കുന്നത്, പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ വരാൻ പാടില്ല. ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ അത് എന്താണ്? പേഷ്യൻ്റ്, രോഗിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് പേഷ്യൻ്റ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പറയാണ് ഐ ആം ഇൻ ഹോസ്പിറ്റൽ. നീ എവിടെയാണ്? ഹലോ, നീ എവിടെയാണ്? ഐ ആം ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ അതിന് ഒരേ ഒരു അർത്ഥമുള്ളൂ, ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ രോഗിയായിട്ടോ ആണ് അവിടെ ഉള്ളത് എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ ദാ ചേർക്കുകയാണെങ്കിലോ അതിനർത്ഥം രോഗിയല്ല, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയല്ല പോയത്, രോഗിയെ കാണാൻ വേണ്ടിയാണ് പോയത്, അല്ലെങ്കിൽ രോഗിയെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രോഗിയല്ല, ഞാൻ രോഗിയെ കാണാൻ വേണ്ടി അവിടെ പോയതാണെന്നായി. അപ്പോൾ ഹോസ്പിറ്റലിന് മുന്നേ ദാ ഉണ്ടെങ്കിൽ രോഗിയല്ല, ഇല്ലാന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവൻ രോഗിയാണ്, അവൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ അവൻ അഡ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ അവൻ അവിടെയാണ്, ഹോസ്പിറ്റലിലാണ്, രോഗിയാണ് അവൻ. ഇനി അടുത്താണ് ഇൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇൻ ദ മാർക്കറ്റ്. സാധാരണ എപ്പോഴും നമ്മൾ ഇൻ ദ മാർക്കറ്റ് എന്നാണ് പറയാറ്. ഇൻ ദ മാർക്കറ്റ്, അവൻ എവിടെ? ഹി ഈസ് ഇൻ ദ മാർക്കറ്റ്. നീ എവിടെ? ഐ ആം ഇൻ ദ മാർക്കറ്റ്. ഇനി എപ്പോഴാണ് ദ ഇല്ലാതെ ഇൻ മാർക്കറ്റ് എന്ന് മാത്രം പറയുക? ഇൻ മാർക്കറ്റ് അത് പറയുന്നത് ബിസിനസ്സുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ നമ്മൾ പറയാണ് ഇതൊരു മാർക്കറ്റിൽ പുതിയ ട്രെൻഡാണ്, ഇത് മാർക്കറ്റിൽ ഒരു പുതിയ ട്രെൻഡാണെന്ന് പറയണം. ഇപ്പോൾ പറയാം ദിസ് ഈസ് എ ന്യൂ ട്രെൻഡ്, ദിസ് ഈസ് എ ന്യൂ ട്രെൻഡ് ഇൻ മാർക്കറ്റ്. ഇത് മാർക്കറ്റിൽ ഒരു പുതിയ ട്രെൻഡാണ്. അല്ലെങ്കിൽ ഞാൻ പറയാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് പറയാം. ദിസ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ മാർക്കറ്റ്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഇൻ ദ മാർക്കറ്റ് എന്നാണ് പറയുക. ഇൻ മാർക്കറ്റ് നമ്മളെപ്പോഴും പറയാം അത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ഇൻ ദ കാർ. ഇൻ ദ കാർ എന്ന് പറയാം. ഇൻ ദ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കാറിൻ്റെ ഉള്ളിലാണ്. ഐ ആം ഇൻസൈഡ് ദ കാർ. ഇൻ ദ ടാക്സി, ഐ ആം ഇൻസൈഡ് ദ ടാക്സി. ഇൻ ദ ജീപ്പ്, ഐ ആം ഇൻസൈഡ് ദ ജീപ്പ് എന്ന കാര്യമാണ്. ഇത് നമ്മൾ വെഹിക്കിളിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കാവുന്നതാണ്.